മിഴിയിൽ രചന അനുരാജിയു, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ, നിർമ്മാണം PNR ക്രിയേഷൻസ്. മോനെ ഇന്ന് തന്നെ പോകണം, 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട്. കബനി പരിഭവിച്ചു. അയ്യോ, ഞാൻ ബദ്രിയെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടി അമ്മ. അവൻ വരുമ്പോഴേക്കും ഞാൻ ഇറങ്ങട്ടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം പറഞ്ഞ് അവൻ എന്നെ ഇവിടെ നിർത്തും, പ്ലീസ്. അവൻ നിസ്സഹായനായി കബനിയോട് പറഞ്ഞു. അവർ ചിരിയോടെ അവൻ്റെ കവിളിൽ തലോടി. അപ്പോഴേക്കും ആർദ്ര റൂമിൽ നിന്ന് ബാഗും തൂക്കി ഓടി വന്നു. മോള് ഇറങ്ങിയാണോ? അവളുടെ മുഖത്തേക്ക് നോക്കി കബനി ചോദിച്ചു. അതെ അമ്മേ, എന്തായാലും ഇന്ന് പോകാൻ തീരുമാനിച്ചതാ. ഇനിയിപ്പോൾ ഡ്രൈവറെ വിളിക്കണ്ടല്ലോ, എന്നെ ഇച്ചാൻ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഡേവിഡ് കണ്ണുമീഴ്ച അവൾ നോക്കി. അവൾ ഒറ്റ കണ്ണിറുക്കി കാണിച്ചു. ശരി, 2 ഇടക്ക് വരണം കേട്ടോ. ആർദ്ര ഇരുവശത്തേക്കും തലയാട്ടി സമ്മതിച്ചു. ഡേവിഡ് കബനിയുടെ കാലിൽ വീണ് അനുഗ്രഹം വാങ്ങി. കാറിന്റെ കീയെടുത്ത് അവൻ പുറത്തേക്ക് നടന്നു. ആർദ്ര മിഴിയോട് ടാറ്റ കാണിച്ച് ഡേവിഡിന് പുറകെ ഓടി. ബാഗ് പുറകിലെ സീറ്റിലേക്ക് വെച്ച് അവൾ വേഗം കോ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു. വണ്ടി ഗേറ്റ് കിടക്കും വരെയും അവൾ പുറത്തേക്ക് തലയിട്ട് അവരോട് ടാറ്റ കൊടുക്കുന്ന തിരക്കിലായിരുന്നു. ഡേവിഡ് അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അകത്തേക്ക് ഇട്ടു. അവൾ അവനെ നോക്കി കണ്ണുരുട്ടി. നോക്കി പേടിപ്പിക്കാതെ സീറ്റ് ബെൽറ്റ് ഇട്ട് കുട്ടി തേവാങ്കെ. അവളൊന്ന് മുഖം കൂട്ടി സീറ്റ് ബെൽറ്റ് ഇട്ട് സ്റ്റീരിയോ ഓൺ ചെയ്ത് നേരെയിരുന്നു. തൊട്ടടുത്ത് നമ്മുടെ പ്രണയമുണ്ടെങ്കിൽ ഓരോ പ്രണയഗാനവും നമുക്കായി പിറവിയെടുത്തവയാവും, ഓരോ വരികളും നമുക്കായി എഴുതിയവയും. മ്യൂസിക് തുടങ്ങിയതും ആർദ്ര കണ്ണുകളടച്ച് സീറ്റിലേക്ക് ചാരിയിരുന്നു. ഡേവിഡിന്റെ കൈകൾ സ്റ്റിയറിംഗിൽ താളം പിടിച്ചു. ബദ്രി ഓഫീസിൽ നിന്നിറങ്ങി കാറിലേക്ക് കയറാൻ നിൽക്കുമ്പോഴാണ് ഫോൺ റിങ് ചെയ്തത്. ഡിസ്പ്ലേയിലെ നമ്പർ കണ്ട് അവനൊരു നിമിഷം നിന്നു. കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് ചേർത്തു. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, അഥർവ ഹിയർ. എന്തുണ്ട് വിശേഷം? എനിക്കെന്ത് വിശേഷം? ഗോയിങ് ഗുഡ്. ഗുഡ്? ഓ മൈ ഗോഡ്, നോ വേ. അങ്ങനെയെല്ലാം നല്ലതായി നടക്കാൻ ഞാൻ സമ്മതിക്കില്ല മിസ്റ്റർ ബദ്രിനാഥ്. കമ്പനിയിൽ ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായി അല്ലേ? 50 lakhs. അത് നിന്നെ ബാധിക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷെ 50 തവണ 50 ലക്ഷം വെച്ച് പോയാലോ? നിന്റെ കമ്പനി ലോസ് മാത്രമേ ഏൺ ചെയ്യാൻ തുടങ്ങും. നീ എല്ലാ വിധത്തിലും തകരണം. നിന്റെ ബിസിനസ്, നിന്റെ പേര്, നിന്റെ കുടുംബം, നിന്റെ പെണ്ണ്, അങ്ങനെ നീ ഇഷ്ടപ്പെടുന്നെല്ലാം നിനക്ക് നഷ്ടമാവണം. പാടി മോനെ, നീ എന്താന്ന് വെച്ചാ ഉണ്ടാക്കടാ. നിന്നോട് എനിക്കുണ്ടായിരുന്ന സോഫ്റ്റ് ഓൺ എന്തായിരുന്നു അറിയോടാ കട്ട മോനെ. ഒരുത്തിയെ ജീവൻ കളഞ്ഞ് പ്രേമിച്ചുകൊണ്ട് പ്രാന്തായവനാണോ എന്നുള്ള മാത്രം അത് ആലോചിച്ചുള്ള സിമ്പതി. പക്ഷെ എന്നോടുള്ള ദേഷ്യത്തിന് എൻ്റെ പെണ്ണിനെ ദ്രോഹിച്ചത് ഇനിയും ദ്രോഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ക്ഷമിക്കില്ല ഞാൻ. ഒരിക്കലും നിന്നെ തിരിച്ചറിയില്ലെന്ന് നീ പ്രാർത്ഥിക്കുക. അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നീ ബാക്കി ഉണ്ടാവില്ല. മറുപടി കാക്കാതെ ഫോൺ കട്ട് ചെയ്ത് പോക്കറ്റിലേക്കിട്ട് ബദ്രി കാറിലേക്ക് കയറി. തൻ്റെ സമാധാനം കളയുക എന്ന് മാത്രമാണ് അവൻ്റെ ലക്ഷ്യം. ഇല്ല, അതിന് സമ്മതിച്ചുകൂടാ. അവൻ ചിന്തിക്കുന്നു നടക്കരുത്. ബദ്രി വേഗം തന്നെ ഫോൺ എടുത്ത് ധ്യാനിന് ഡയൽ ചെയ്തു. സർ. ധ്യാൻ, ഡു വൺ തിങ്. രാജേഷിന് ഒഴിച്ച അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ബാക്കി 15 പേരെയും മാറ്റണം. സർ. ടെർമിനേറ്റ് ചെയ്യണമെന്നല്ല ഉദ്ദേശിച്ചത്. ഓരോരുത്തരെയും ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് മാറ്റണം. ചിലപ്പോൾ അവർക്ക് ആ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് അവയർനെസ് ഉണ്ടാവില്ല. അത് കാര്യമാക്കണ്ട. സെയിൽസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, എസ്റ്റിമേഷൻ, എഞ്ചിനീയറിംഗ്, മാനേജ്മെൻറ്റ്, HR, ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റ്, ഫൈനാൻസ്, അങ്ങനെ എല്ലാവരും ഓരോന്നിലായിരിക്കണം. ഉടനെ തന്നെ അക്കൗണ്ട്സിലേക്ക് നെക്സ്റ്റ് റിക്രൂട്ട്മെൻറ്റ് സെറ്റ് ചെയ്യണം. ക്ലിയർ? യെസ് സർ. ബദ്രി ഫോൺ കട്ട് ചെയ്ത് ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചു. ബദ്രി. അവൻ ഹാളിലേക്ക് കയറി മിഴിയെ ചുറ്റും തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് റാമിൻ്റെ ശബ്ദം കേട്ടത്. യെസ് ഡാഡ്. സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. മാരേജ് ഇനിയും നീട്ടിക്കൊണ്ടു പോകണോ? അത് ഞാൻ മാത്രം തീരുമാനിച്ചാൽ മതിയോ ഡാഡ്? മിഴിയോട് ചോദിക്കാൻ. വേണ്ട, ഞാൻ ചോദിക്കാം. പാർട്ട്ണർ. അവൻ നീട്ടി വിളിച്ചതും എവിടുന്നോ പൊട്ടിമുളച്ച പോലെ മിഴി ഹാളിലെത്തി. പുറമേ തന്നെ കബനിയും. പാർട്ട്ണർ, വേഗം കല്യാണം കഴിച്ചാലോ? മിഴി വിളറിയ മുഖത്തോടെ റാമിനെയും കബനിയെയും നോക്കി. കബനിയമ്മ തലയാട്ടി സമ്മതമറിയിക്കാൻ പറഞ്ഞു. പാർട്ട്ണർ. അവൾ ഞെട്ടി ബദ്രിയെ നോക്കി. നമുക്ക് 2 വേഗം കല്യാണം കഴിച്ചാലോ എന്നാ ചോദിച്ച്. അവരെയല്ല, ദേ ആർ ഓൾറെഡി മാരീഡ് റൈറ്റ്. പിന്നെന്തിനാ അവരുടെ മുഖത്ത് നോക്കുന്നേ? മിഴി അവനെ നോക്കി പല്ലുകടിച്ചു. അവനെ വിടുമോളെ. മോള് പറ, ഇപ്പോൾ മാരേജ് നടത്തുന്നതുകൊണ്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ലല്ലോ. അവൾ റാമങ്കലിനെ നോക്കി ചിരിയോടെ ഇല്ലായും തലയാട്ടി. ഗുഡ്. അപ്പം ഞങ്ങൾ എൻഗേജ്മെൻറ്റ് ഡേറ്റ് നോക്കട്ടെ കേട്ടോ. റാം മുറിയിലേക്ക് നടന്നു. പുറമേ തന്നെ കബനിയും. അവർ മുറിക്കകത്തേക്ക് പോയതും മിഴി സെറ്റിയിലെ കുഷ്യനെടുത്ത് അവന് നേരെ എറിഞ്ഞു. ബദ്രി അത് ക്യാച്ച് ചെയ്ത് സോഫയിലേക്ക് ഇടുമ്പോഴേക്കും ടീപ്പോയിൽ വെച്ചിരുന്ന ഫ്ലവർ വേസ് അവന് നേരെ പാഞ്ഞു വന്നു. അല്പം പുറകോട്ട് നീങ്ങി അതിനെയും ക്യാച്ച് ചെയ്ത് ടീപ്പോയ്ക്ക് മുകളിലേക്ക് വെക്കുമ്പോഴേക്കും അവളുടെ കണ്ണുകൾ അടുത്ത ആയുധത്തിന് തിരയുന്നുണ്ടായിരുന്നു.
ബദ്രി വേഗം അവൾക്കടുത്തേക്ക് പോയി അവളെ വട്ടം പിടിച്ചു. വിട് വിട് മനുഷ്യ, എനിക്ക് നിങ്ങളെ കെട്ടാൻ സമ്മതാണോ അല്ലേന്ന് നിങ്ങൾക്കറിയില്ലേ? വിടണോ? ഹാ, അടങ്ങി നിൽക്കുവണ്ണേ. ഞാൻ ചോദിച്ചതേ നിനക്കെന്നെ കെട്ടാൻ സമ്മതമാണോ എന്നല്ല, ഇപ്പോൾ ഓക്കെ ആണോ? ഐ മീൻ ഫിസിക്കലി. പഞ്ചറായ ബോഡിയല്ലേ, എല്ലാം റെഡിയായോന്ന് അറിയില്ലല്ലോ. ഇപ്പൊ നീ എനിക്ക് കാണിച്ചു തരുന്നില്ല. കല്യാണം കഴിഞ്ഞിട്ടേ അവിടെ വേദനിക്കുന്ന ഇവിടെ വേദനിക്കുന്നൊക്കെ പറഞ്ഞ് പരിപാടികൾക്ക് മുടക്കം വരുത്തരുത്, മനസ്സിലായോ? അയ്യേ, വൃത്തിയോട് പറയുന്നു. ശേ, അവളവനെ തള്ളി മാറ്റി. ഇതിലെന്താടി വൃത്തികേട്? ഞാൻ പറഞ്ഞതേ നമ്മുടെ ലൈൻ. ബാക്കി പറയാൻ സമ്മതിക്കാതെ അവൾ സെറ്റിൽ കയറി നിന്ന് അവന്റെ വായിൽ അമർത്തി പിടിച്ചു. അവളെ ചിരിപ്പിക്കാൻ കുറച്ചുനേരം പഞ്ചാബി യൂസ് കളിച്ചെങ്കിലും അമർത്തി പിടിച്ച കയ്യിൽ ഒരു ചുംബനം നൽകുന്നവരെ അവളുടെ മുഖത്തെ ദേഷ്യം നിലനിന്നുള്ളൂ. കൈ അവനിൽ നിന്ന് മാറ്റി അവൾ സെറ്റിൽ നിന്ന് താഴേക്ക് ചാടി അവനെ തള്ളി മാറ്റി തിരിഞ്ഞടന്നു. എടി, റൂമിലേക്ക് വരട്ടെ, അവളുണ്ട് അവിടെ, നമ്മുടെ കോഴിക്കുഞ്ഞ്. മിഴി പെട്ടെന്ന് നിന്നു. പതിയെ അവന് നേരെ തിരിഞ്ഞു. അവളുടെ മുഖത്തെ കള്ളത്തരം ഒരു നിമിഷം കൊണ്ട് അവന് മനസ്സിലായി. എവിടെ പോയി? അത് ഡേവിച്ചായൻ്റെ കൂടെ. വാട്ട്? ഡേവിച്ചായൻ പറഞ്ഞു വീട്ടിൽ പറഞ്ഞ് സമ്മതിച്ചാൽ കൊണ്ടുപോകാന്ന്. എന്നിട്ട് അങ്കിള് സമ്മതിച്ചോ? ഇല്ല, സമ്മതിച്ചു എന്ന് കള്ളം പറഞ്ഞ് കൂടെ പോയി. അങ്കിള് വിളിച്ചാൽ നമ്മൾ മാനേജ് ചെയ്യണം. ബദ്രി അവളെ നോക്കി കണ്ണുരുട്ടി. ഒന്ന് ഇളിച്ച് കാണിച്ച് മിഴി മുറിയിലേക്ക് ഓടി. കർത്താവേ, നീ ഡേവിഡിനെ കാത്തോളണേ. ബദ്രി മുകളിലേക്ക് നോക്കി നെടുവീർപ്പെട്ടു. കുറച്ചു നേരം പാട്ടൊക്കെ ആസ്വദിച്ചെങ്കിലും അരമണിക്കൂർ ആകുമ്പോഴേക്കും അവൾ സീറ്റിലേക്ക് ചാരിക്കിടന്ന് ഉറങ്ങാൻ തുടങ്ങി. ഉറക്കിൽ തന്നെ രണ്ടു കാലം സീറ്റ് മുകളിലേക്ക് കയറ്റി വെച്ചു. കറുത്ത ചരടിൽ ഒരു കല്ല് കോർത്തിട്ടിട്ടുണ്ട് കാലിൽ. അതിന് വേറിട്ടൊരു ഭംഗിയുണ്ട്. അവൻ അപ്പോഴാണ് ശരിക്കും അവളെ നോക്കിയത്. വൈറ്റ് ചുരിദാറിൽ മാലാഖയെ പോലെ. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ചെയ്ത മുടി മുഖത്തേക്ക് വീണ് കിടപ്പുണ്ട്. അവൻ ഒരു കൈ കൊണ്ട് ആ മുടിയെ വകഞ്ഞു മാറ്റി ചെവിക്ക് പുറകിലേക്കാക്കി കൊടുത്തു. കാതിൽ ചെറിയൊരു വെള്ളക്കല്ല് വെച്ച സ്റ്റഡ് ഇട്ടിരിക്കുന്നു. മൂക്കിലൊരു കുഞ്ഞു മൂക്കുത്തിയും. ചുണ്ടിലെന്തോ തേച്ചിട്ടുണ്ട്, ചുവന്നിരിക്കുന്നു. കണ്ണ് എഴുതിയിട്ടില്ല. വേറെ ചമയങ്ങളൊന്നുമില്ല. എന്നാലും വല്ലാത്തൊരു ചന്തം. അവൻ്റെ കൈകൾ അവളുടെ മുഖത്തേക്ക് വീണ്ടും ഉയർന്നു. അപ്പോഴേക്കും അവൾ ഒന്ന് ഞെരങ്ങിക്കൊണ്ട് കൈ ഉയർത്തി കണ്ണ് തിരുമ്മി തല മറുഭാഗത്തേക്ക് വെച്ച് കിടന്നു. അപ്പോഴാണ് അവന് മനസ്സിലായത് ഇത്രയും നേരം റോഡ് നോക്കുന്നതിനേക്കാൾ കൂടുതൽ അവളെയാണ് നോക്കിക്കൊണ്ടിരുന്നതെന്ന്. കണ്ണുകളെ കഷ്ടപ്പെട്ട് നിയന്ത്രിച്ച് അവൻ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചു. വണ്ടി നിർത്തിയിട്ടും ആർദ്ര സുഖനിദ്രയിലായിരുന്നു. ഡേവിഡ് സീറ്റ് ബെൽറ്റ് ഊരി അവൾക്കടുത്തേക്ക് നീങ്ങിയിരുന്നു. ഇപ്പം മുഖം തൻ്റെ ഭാഗത്തേക്ക് വെച്ചാണ് കിടക്കുന്നത്. അവളുടെ സീറ്റ് ബെൽറ്റ് അഴിച്ചതും അവൾ ഡേവിഡിൻ്റെ മേലേക്ക് ചെരിഞ്ഞു. പ്രതീക്ഷിക്കാതെ ആയതുകൊണ്ട് അവനൊന്ന് ഞെട്ടി. ഒന്ന് ചുറ്റും കണ്ണോടിച്ച് തൻ്റെ നെഞ്ചിൽ മുഖമമർത്തി ഉറക്കം കണ്ടിന്യൂ ചെയ്യുന്നവളെ പ്രണയത്തോടെ നോക്കി. ആരു ആരു എഴുന്നേൽക്ക്. അവൾ ഇരുകൈയാൽ അവനെ ചുറ്റിപ്പിടിച്ച് അവൻ്റെ നെഞ്ചിൽ മുഖം വരച്ചു. ഡേവിഡിൻ്റെ ഹൃദയമിടിപ്പ് ഏറി. ഇതുവരെ തോന്നാത്ത എന്തോ ഒന്ന്. അവൻ്റെ കൈകൾ അവളെയും ചേർത്ത് പിടിക്കാൻ ആഞ്ഞു. പെട്ടെന്നെന്തോ ഓർത്ത പോലെ അവൻ അവളെ തട്ടി വിളിച്ചു. ആരു? അവൾ പതിയെ അവനിൽ നിന്ന് അകന്നു മാറിക്കൊണ്ട് കണ്ണു തിരുമ്മി. എത്തിയോ? ഇറങ്ങ്. അവൾ ഡോർ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. നല്ല ഭംഗിയുള്ള ഇരുനില വീട്, ചെറിയ ഒതുങ്ങിയ വീട്. ഒറ്റ നോട്ടത്തിൽ അവൾക്ക് ആ വീട് ഇഷ്ടമായി. വാ. ഡേവിഡ് വിളിച്ചതും അവൾ അവന് പുറകെ പോയി. അവൻ ഡോർ തുറന്ന് അകത്തേക്ക് കയറി. അവൾ അവന് പുറകെ വീടിനകത്തേക്ക് കയറി. ഒരൊറ്റ സെക്കൻഡിൽ അവളുടെ ഇഷ്ടമൊക്കെ കാറ്റിൽ പറത്തും വിധമായിരുന്നു അകത്തെ കാഴ്ച. തറയൊക്കെ ചൂല് കണ്ടിട്ട് വർഷങ്ങളായിട്ടുണ്ടാവും. മുകളിലൊക്കെ ചിലന്തികൾ ഫാമിലി ഗെറ്റ് ടുഗദർ നടത്തുന്നു. ഒരു ഭാഗത്ത് മുഴുവൻ അഴിച്ചിട്ട് തുണികൾ കൊണ്ട് തളർന്നിരിക്കുന്ന ദിവാൻ കോട്ട്. ഒരു ഭാഗത്ത് ഉണങ്ങിയ തുണികൾ സ്വന്തമാക്കി ഞെളിഞ്ഞിരിക്കുന്ന സോഫ. എന്താ നിൽക്കുന്നത്? വാ. ഡേവിഡിന്റെ ശബ്ദമാണ് അവളെ സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്ന്. അതാണ് എൻ്റെ റൂം. വേറെ മുറിയൊന്നും വൃത്തിയാക്കിയിട്ടില്ല. നമുക്ക് ഉറങ്ങാനാകുമ്പോഴേക്കും ശരിയാക്കാം. അവൾ തലയാട്ടി. ഞാനിപ്പോൾ കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിയിട്ട് വരാം. അകത്തേക്ക് ലോക്ക് ചെയ്തോ. ഞാനല്ലാതെ മറ്റാരും വിളിച്ചാലും തുറന്നേക്കരുത്. അവൻ പുറത്തേക്ക് പോയി. അവൾ നെടുവീർപ്പെട്ടുകൊണ്ട് സ്വിച്ച് ബോർഡിനടുത്ത് പോയി മുഴുവൻ സ്വിച്ചും ഓണാക്കി. ലൈറ്റും ഫാനും ഒക്കെ ഓണായി. അവൾ ഡേവിഡ് കാണിച്ചു കൊടുത്ത മുറിയിലേക്ക് പോയി. അവിടം കണ്ടപ്പോൾ അവൾക്കല്പം ആശ്വാസം തോന്നി. വലിയ കുഴപ്പമില്ല. ബെഡിൽ വാരി വലിച്ചിട്ട് തുണികളെല്ലാം മടക്കി വെച്ച് ബെഡ്ഷീറ്റ് ഒന്ന് കുടഞ്ഞു വിരിച്ചു. കിച്ചണിൽ നിന്നും ഒരു ചൂല് തപ്പിയെടുത്ത് അവൾ ഹാളിലേക്ക് നോക്കി. മുടിയെല്ലാം കൂടെ വാരി ക്ലിപ്പ് ചെയ്ത് അവൾ ഹാളിലേക്ക് നടന്നു. കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മിഴി സ്വയം ശരീരത്തിലേക്ക് നോക്കി. മുറിവുകൾ ഉണങ്ങിയിട്ടും മുറിപ്പാടുകൾ ഇനിയും അവശേഷിക്കുന്നുണ്ട്. ഇനിയൊരു പക്ഷേ ഇതൊന്നും മാഞ്ഞു പോവില്ലേ? അവൾ മാറിലെ പാടിലൂടെ കൈയോടിച്ചു. ഷവറിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന വെള്ളത്തിന് അവളുടെ മനസ്സിനെ തണുപ്പിക്കാനായില്ല. പാർട്ട്ണർ. പുറത്തുനിന്നും ബദ്രിയുടെ ശബ്ദം കേട്ട് അവളൊന്ന് ഞെട്ടി. ആ, കുളി കഴിഞ്ഞില്ലേ? ഇപ്പോൾ വരാം. അവൾ വേഗം ബാത്റൂമിൽ ചുറ്റി ഡോറ് തുറന്നു. ബദ്രി മൊബൈലിൽ നോക്കി ബെഡിൽ ഇരിപ്പുണ്ടായിരുന്നു. അവൾ കണ്ണാടിക്ക് മുന്നിൽ പോയി നിന്നു. തലയിൽ ചുറ്റിവെച്ച ടവലഴിച്ച് തല തുടിച്ചു. ബദ്രി ഫോണിൽ നിന്നുമുള്ള നോട്ടം മാറ്റി അവളെ നോക്കി.
മുട്ടിന് തൊട്ട് താഴെ വരെ റോബിന് നീളമുണ്ടായിരുന്നുള്ളൂ. കണങ്കാലിൽ തങ്ങി നിൽക്കുന്ന വെള്ളത്തുള്ളികളെ അവൻ ഉറ്റുനോക്കി. പതിയെ നോട്ടം മുകളിലേക്ക് കയറി വന്നു. എല്ലാം കണ്ണാടിയിലൂടെ മിഴി കാണുന്നുണ്ടായിരുന്നു. അവൾ അവന് നേരെ തിരിഞ്ഞു. ഇടുപ്പിൽ കൈകുത്തി ഒരു പിരികം പൊക്കി. അവൻ ചിരിയോടെ ഫോൺ ബെഡിലേക്കിട്ട് എഴുന്നേറ്റ് അവൾക്കരികിലേക്ക് വന്നു നിന്നു. ഡ്രസ്സിംഗ് ടേബിളിനോട് ചേർന്ന് നിൽക്കുന്ന അവളുടെ ഇരുവശത്തുമായി കൈവച്ച് ബദ്രി അവൾക്ക് മേലേക്ക് ചാഞ്ഞു. അവളും അവനെ കണ്ണുരുട്ടി പീഡിപ്പിച്ച് പുറകിലേക്ക് ചാഞ്ഞു. അവൻ്റെ നിശ്വാസം മുഖത്തേക്ക് അടുത്തു വരുന്നതിനനുസരിച്ച് അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ കാതിൽ തങ്ങിയിരുന്ന വെള്ളത്തുള്ളികളിൽ പതിച്ചു. അവൻ പതിയെ കാതുകളിൽ കടിച്ച് നുണഞ്ഞു. അവളൊന്ന് പിടഞ്ഞുകൊണ്ട് അവനെ ചേർത്ത് പിടിച്ചു. അവൻ്റെ നിശ്വാസം കാതിൽ നിന്നും കഴുത്തിലേക്ക് അരിച്ചിറങ്ങി. അവളുടെ നിയന്ത്രണാതീതമായ ഹൃദയമിടിപ്പിനൊപ്പം ഉയർന്നു താഴുന്ന മാറിടവും അവൻ്റെ നെഞ്ചിൽ അമർന്നു. അവനിലെ ആണിനെ ഉണർത്താൻ അതുതന്നെ ധാരാളമായിരുന്നു. അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിലൂടെ തഴുകി ബാത്റൂമിൻ്റെ കെട്ടിൽ പിടുത്തമിട്ടു. അതിൽ പിടിച്ചു വലിച്ചതും ആ റിബൺ അഴിഞ്ഞു വീണു. അവൻ്റെ മുഖം അവളുടെ കഴുത്തിലേക്ക് അമരുന്നതിനോടൊപ്പം ഷോൾഡറിൽ നിന്നും റോബ് താഴേക്ക് തെന്നി നീങ്ങി. അവൻ്റെ ദൃഢമായ ശരീരം അവളിൽ അമർന്നപ്പോഴാണ് അവൾക്കത് മനസ്സിലായത്. ഞൊടിയിടയിൽ മിഴി അവനെ തള്ളിമാറ്റി തിരിഞ്ഞെന്നു. കണ്ണാടിയിൽ നോക്കി റോബിൻ്റെ ഇരുവശവും ചേർത്ത് പിടിച്ചു. അവൻ വലിയ ഭാവവ്യത്യാസമൊന്നുമില്ലാതെ തന്നെ അവളെ പുറകിലൂടെ പുണർന്നു. അവളുടെ കൈകൾക്ക് മേൽ കൈ ചേർത്ത് ഷോൾഡറിൽ അമർത്തി ചുംബിച്ചു. അപ്പോഴും കീതപ്പടക്കാനുള്ള തത്രപ്പാടിലായിരുന്നവൾ. പാർട്ട്ണർ. അവൻ്റെ നേർത്ത സ്വരം അവളുടെ ഹൃദയത്തെ വീണ്ടും പിടിച്ചുലച്ചു. ഡിപ് പെണ്ണെ. പതിഞ്ഞ ശബ്ദത്തോടൊപ്പം അവൻ്റെ ചുണ്ടുകളും അവളുടെ ചെവിയിൽ അമർന്നു. അവൾ പതിയെ മൂളി. ഐ നീഡ് യു ബൈ ഓൾ ദി മീൻസ്. അവൾ മുഖമുയർത്തി കണ്ണാടിയിലൂടെ അവനെ നോക്കി. ഐ കാൺട്ട് വെയിറ്റ് മോർ. അവൻ്റെ സ്വരം നേർത്തിരുന്നു. അവൾ അവനെ നേരെ തിരിഞ്ഞു. നോ. യെസ്. നോ വേ. അവൾ അവനെ തള്ളി മാറ്റി. പ്ലീസ്. അവൾ നെറ്റിയൊളിച്ച് ചുണ്ട് പുറത്തേക്കുന്തി സങ്കടത്തോടെ അവനെ നോക്കി. അയ്യോ, വൈ സാഡ്? ഓക്കെ ഐ ആം സോറി. ഐ വിൽ നെവർ കമ്പൽ യു. അവളൊന്നും മിണ്ടിയില്ല. അവനൊന്നുകൂടെ അവളിലേക്ക് ചേർന്ന് നിന്നു. സോറി പാർട്ട്ണർ. അവൻ അവളുടെ കവിളിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു. അവളൊന്നും മിണ്ടിയില്ല. അവൻ നിലത്തിടുന്ന റിബൺ എടുത്ത് അവളുടെ ഇടുപ്പിലൂടെ കെട്ടിക്കൊടുത്തു. പാർട്ട്ണർ, യു പ്രൊവോക്ഡ് മീ. അവൻ കെട്ടുമുറുക്കിക്കൊണ്ട് കള്ളച്ചിരിയോടെ പറഞ്ഞു. അവൾ മുന്നോട്ടാഞ്ഞ് അവനെ കെട്ടിപ്പിടിച്ചു. അപ്പോഴേക്കും ബദ്രിയുടെ ഫോൺ റിങ് ചെയ്തു. അവൾ വേഗം അവനിൽ നിന്ന് അകന്നു മാറി. കാലുയർത്തി കവിളിൽ ചുംബിച്ച് കബോർഡിൽ നിന്ന് ഡ്രസ്സും എടുത്ത് വേഗം ബാത്റൂമിലേക്ക് കയറി. നിന്നെ ഞാൻ എടുത്തോളാം കേട്ടോ. അവൻ കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് കോൾ അറ്റൻഡ് ചെയ്ത് പുറത്തേക്ക് നടന്നു. ഡോറ് ലോക്ക് ചെയ്ത് അവൾ ഡോറിൽ ചാരിന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയിൽ നാണവും കലർന്നിരുന്നു. ഡേവിഡ് ഒരുപാട് തവണ കോളിംഗ് ബെൽ അടിച്ചിട്ടും ഡോറ് തുറന്നില്ല. അവന് ടെൻഷൻ തോന്നി. അടുത്തുള്ള ഹോട്ടലിൽ നിന്ന് ഓപ്പൺ അല്ലാത്തതുകൊണ്ട് ടൗണിലേക്ക് പോവേണ്ടി വന്നു. അവൻ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു. സമയം 7:35. വേഗം മാർദ്രയുടെ നമ്പർ എടുത്ത് ഡയൽ ചെയ്തു. ഫോണും അറ്റൻഡ് ചെയ്യുന്നില്ല. ഡേവിഡ് വേഗം കാറിലേക്ക് പോയി ഡാഷ്ബോർഡിൽ നിന്ന് ഒരു കീ എടുത്ത് വീടിൻ്റെ പുറകുവശത്തേക്ക് പോയി. അവന് ടെൻഷൻ കൊണ്ട് കയ്യും കാലും വിറയ്ക്കുന്നുണ്ടായിരുന്നു. കോമ്പൗണ്ട് വോളിൽ കയറി സൺസൈഡിലേക്ക് ചാടി. അവിടുന്ന് ടെറസിലേക്കും. കയ്യിലുള്ള കീ വെച്ച് ടെറസിലേക്ക് തുറക്കുന്ന ഇരുമ്പ് ഡോറിൽ ലോക്ക് തുറന്ന് അകത്തേക്ക് കയറി. വേഗത്തിൽ സ്റ്റെപ്പ് ഇറങ്ങി അവൻ താഴെയെത്തി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.